മെറ്റീരിയൽ ഉണ്ടെന്നാലും കൂടെ എടുക്കും. The phenomenon of attraction of small bits of iron. The phenomenon of magnetism. The phenomenon of attraction of small bits of ദേവ എഴുതുന്നുണ്ടോ? സൗരഭ് എഴുതുന്നുണ്ടോ? എഴുതിക്കോട്ടെ. magnetism. The phenomenon of attraction of small bits of iron, cobalt, nickel, towards the ore is called magnetism. Towards the ore is called magnetism. Just magnet എന്താണ്? മാഗ്നറ്റ് എന്താണ് നമുക്ക് ചെയ്യുന്നത്? സാധാരണ മാഗ്നറ്റ് നമ്മൾ അറിയാം. മാഗ്നറ്റ് കണ്ടിട്ടുണ്ട്. അട്രാക്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ല. നമ്മൾ നോർമലി മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ടൈപ്പ് മാഗ്നറ്റ് ആയിരിക്കും മനസ്സിലോർമ്മ വരുന്നത്? ബാർ മാഗ്നറ്റ്. ബാർ മാഗ്നറ്റിന് ഒരു നോർത്ത് പോളും ഉണ്ടാവും, സൗത്ത് പോളും ഉണ്ടാവും. ഇനി എന്താണ് ഈ പോൾസ് എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ട് മാഗ്നറ്റിന് ഒരു സൗത്ത് പോൾ ഉണ്ടാവും, ഒരു നോർത്ത് പോൾ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറയുന്നത്. എന്താണ് പോൾസ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇങ്ങനെയല്ല. എന്താണ് മാഗ്നറ്റിന്റെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ളത് എവിടെയായിരിക്കും? നോർത്ത് പോളും സൗത്ത് പോളും. പോൾസിലായിരിക്കും ഈ മാഗ്നറ്റിന്റെ പവർ ഓഫ് അട്രാക്ഷൻ ഉള്ളത്. ഓക്കെ, എഴുതിക്കോ. മാഗ്നറ്റിക് പോൾസ് ആർ poles are ends of the magnet where the power of attraction of magnet is concentrated. The power of attraction of magnet is concentrated. ഒരു മാഗ്നറ്റിന്റെ രണ്ട് എൻഡിലുള്ളതായിരിക്കും പോൾസ് എന്ന് പറയുന്നത്, നോർത്ത് പോളും സൗത്ത് പോളും. ഈ എൻഡ്സിലായിരിക്കും എന്തുണ്ടാവുന്നത്? മാഗ്നറ്റിന്റെ ആ പവർ ഓഫ് അട്രാക്ഷൻ, അട്രാക്ട് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടാവുന്നത് എവിടെയായിരിക്കും? എൻഡ്സിലായിരിക്കും. ഓക്കെ, the power of attraction of magnet is concentrated. മാഗ്നറ്റിന്റെ അട്രാക്ട് ചെയ്യാനുള്ള, മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടി എന്താ? അട്രാക്ട് ചെയ്യും അല്ലെ? അയറിനെ അതുപോലത്തെ സംഭവങ്ങൾ അട്രാക്ട് ചെയ്യും. അപ്പൊ ആ ഒരു അട്രാക്റ്റീവ് പവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയായിരിക്കും? ഈ എൻഡ്സിലായിരിക്കും, നോർത്ത് പോളിലും സൗത്ത് പോളിലും. ഓക്കെ, ഇനി നമുക്ക് മാഗ്നറ്റിന്റെ, ബാർ മാഗ്നറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. പ്രോപ്പർട്ടി, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാർ മാഗ്നറ്റ് എഴുതിക്കോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാർ മാഗ്നറ്റ് എഴുതിക്കോട്ടാ. ഏറിയത് മിഷേലും അമറും അല്ലേ? ക്യാമറ ഓൺ ചെയ്തോട്ടാ. അടുത്ത ചാപ്റ്റർ തുടങ്ങിയ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാഗ്നറ്റ്. ഫസ്റ്റ് വൺ, മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. മോണോപോൾ doesn't exist. എന്ന് പറഞ്ഞാൽ എന്താ? മോണോപോൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു പോൾ, ഒരു മാഗ്നറ്റ് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴെങ്കിലും നോർത്ത് പോൾ മാത്രമായിട്ട് ഉണ്ടാവും? ഇല്ല. ഒരു നോർത്ത് പോൾ ഉണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്താ ഉണ്ടാവും? ഒരു സൗത്ത് പോൾ ഉണ്ടാവും. അതുപോലെ ഒരു സൗത്ത് പോൾ ഉണ്ടെങ്കിൽ അതിന് എന്തും കൂടെ ഉണ്ടാവും? ഒരു നോർത്ത് പോൾ ഉണ്ടാവും. മോണോപോൾസ് മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല. പക്ഷെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ കമ്പയർ ചെയ്ത് പഠിക്കണം. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നോക്കാനാണെങ്കിൽ ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് എല്ലായിടത്തും ഓപ്പോസിറ്റ് ഒരു നെഗറ്റീവ് ചാർജ് ആണോ നിർബന്ധമുണ്ടോ? ഇല്ല. നമുക്ക് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് സെപ്പറേറ്റ് ആയിട്ട് പറയാം. പക്ഷെ ഇവിടെ പറ്റുമോ അങ്ങനെ? ഇവിടെ ഇല്ല. ഒരു പോൾസ് മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പറയുന്നത് ഇപ്പൊ നോർത്ത് പോൾ ഉണ്ടെങ്കിൽ സൗത്ത് പോൾ വേണം. ഓക്കെ, അപ്പൊ എന്താ പറയാ? മോണോപോൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, അടുത്തത് ഡിറക്റ്റീവ് പ്രോപ്പർട്ടി. ഡിറക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഡിറക്റ്റീവ് പ്രോപ്പർട്ടി, ഒരു ബാർ മാഗ്നറ്റ് ഫ്രീലി സസ്പെൻഡഡ് ബാർ മാഗ്നറ്റ്, ഒരു ബാർ മാഗ്നറ്റ് തൂക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ഷൻ പറയാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു കാട്ടിൽ എവിടെയെങ്കിലും നമ്മൾ പെട്ടുപോയിരിക്കട്ടെ, നമുക്ക് ഡയറക്ഷൻ മനസ്സിലാവണില്ല, ഏതാണ് നോർത്ത് ഏതാണ് സൗത്ത് എന്ന് മനസ്സിലാവുന്നത്. ഒരു ബാർ മാഗ്നറ്റ് നേരെ എടുത്ത് നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്തിട്ടേക്കുകയാണെങ്കിൽ അത് കറക്റ്റ് നോർത്ത് പോൾ ഏതാണ്, നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ കറക്റ്റ് അലൈൻ ചെയ്യും. അപ്പൊ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും, മാഗ്നറ്റ് ഹെൽപ്പ് ചെയ്യും. കോമ്പസിലുണ്ടാകുന്ന മാഗ്നറ്റ് അല്ലേ, അതാ പറയുന്നത്. അപ്പൊ ഡിറക്റ്റീവ് പ്രോപ്പർട്ടി, ഒരു മാഗ്നറ്റ് ഫ്രീ ആയിട്ട് നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. ഇപ്പൊ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ഇപ്പൊ കറക്റ്റ്
പ്രോപ്പർട്ടി. അടുത്ത പ്രോപ്പർട്ടി അടുത്തത് ഈ രണ്ട് ചാപ്റ്റർ മൂവിംഗ് ചാപ്റ്റർ മാഗ്നറ്റിസം നമ്മൾ പഠിക്കുമ്പോൾ മറ്റേ ചാപ്റ്ററിനോട് കമ്പയർ ചെയ്തോണ്ട് പഠിക്കണം. ഓക്കെ, അടുത്തത് ലൈറ്റ് പോൾസ് റിപ്പൽ ചെയ്യും, അൺലൈറ്റ് പോൾസ് അട്രാക്ട്. ഓക്കെ, ഒരു നോർത്ത് പോളും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? കാരണം നോർത്ത് പോൾ വരുന്നെങ്കിൽ എന്തായിരിക്കും? റിപ്പൽ ചെയ്യും. ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ആണ് വരുന്നതെങ്കിൽ അട്രാക്ട്. സൗത്ത് പോളും വന്നിട്ടുണ്ടെങ്കിൽ റിപ്പൽ. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചത് തന്നെ ലൈറ്റ് പോൾസ് റിപ്പലും ചെയ്യും, അൺലൈറ്റ് പോൾസ് അട്രാക്ട് ചെയ്യും. അടുത്തത് ഈ മാഗ്നറ്റിന്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈ പോൾസ് ഓഫ് ദ മാഗ്നറ്റ്, അതായത് ഈ നോർത്ത് പോളും സൗത്ത് പോളും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്നത് മാഗ്നറ്റിക് ലെങ്ത് എന്ന് പറയും. ഓക്കെ, സൗത്ത് പോളും നോർത്ത് പോളും ആ പോൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ പറയും മാഗ്നറ്റിക് ലെങ്ത് എന്ന് പറയും. അതേസമയം ഈ ബാർ മാഗ്നറ്റിന്റെ എൻഡ്, ഈ എൻഡും മാഗ്നറ്റിന്റെ എൻഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ജിയോഗ്രാഫിക് ലെങ്ത് എന്ന് പറയും. പോൾസ് തമ്മിൽ ഈ നോർത്ത് പോളും സൗത്ത് പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടാവും, അതിനെ നമ്മൾ മാഗ്നറ്റിക് ലെങ്ത് എന്ന് പറയും. ends of the magnet, distance between the ends of the magnet is geographic length. Okay, അപ്പോൾ അതിനെ നമുക്ക് ഒരു റിലേഷൻ ആയിട്ട് കണക്ട് ചെയ്യാം. മാഗ്നറ്റിക് ലെങ്ത് is equal to 7/8 into geographic length. അപ്പോൾ രണ്ടും ഡിഫൈൻ ചെയ്തോട്ടെ. മാഗ്നറ്റിക് ലെങ്ത് distance between two poles of the magnet is called magnetic length. അനന്തു എഴുതുന്നുണ്ടോ? ക്ലിയർ ആണോ? വോയിസ് ക്ലിയർ ആണോ? എഴുതിക്കോട്ടെ. distance between poles of the magnet is called magnetic length. Distance between two poles of the magnet is called magnetic length. And distance between two ends of the magnet is called geographic length. Distance between two ends of the magnet is called geographic length. ക്ലിയർ ആണോ? ഈ ബാർ മാഗ്നറ്റിന്റെ എവിടെയെങ്കിലും ഒരു ഡിഫറൻസ് അപ്പൊ പകുതി അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇത് പോൾ സ്ട്രെങ്ത്, നോർത്ത് പോളിന്റെ സ്ട്രെങ്ത് സൗത്ത് പോളിന്റെ സ്ട്രെങ്ത് ആയിട്ട് കാണുക. ഇപ്പൊ നമുക്ക് അടുത്തൊരു പ്രോപ്പർട്ടി പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ ബാർ മാഗ്നറ്റിന് ഇപ്പൊ ഞാൻ പറഞ്ഞു പോൾസ് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. Poles and the two ends of the magnet where the power of attraction of magnet is concentrated. ഒരു മാഗ്നറ്റിന്റെ പവർ ഓഫ് അട്രാക്ഷൻ, അട്രാക്ട് ചെയ്യാനുള്ള പവർ എവിടെ ആയിരിക്കും ഇതിനുള്ളത്? എൻഡിലായിരിക്കും. അപ്പൊ ഞാൻ ഈ മാഗ്നറ്റ് ഇപ്പൊ നോർത്ത് പോൾ സൗത്ത് പോൾ ഇതിനെ ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് രണ്ട് പീസ് ആക്കണമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പോൾ സ്ട്രെങ്ത്തിന് എന്തെങ്കിലും മാറ്റം വരും? ഇല്ല. കാരണം ഇവിടെ നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല. എൻസിലായിരിക്കും ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്, കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പവർ, അട്രാക്റ്റിംഗ് പവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എൻസിലാണ്. ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? പവറിന് എന്തെങ്കിലും ആ പോളിന്റെ സ്ട്രെങ്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? ഇല്ല. പക്ഷെ ഞാൻ നേരെ തിരിച്ച് നോർത്ത് പോളും സൗത്ത് പോളും ഇതിനിങ്ങനെ ആക്സിസ് വൈസ് ഞാൻ കട്ട് ചെയ്ത് രണ്ട് പാർട്സ് ആക്കി. അങ്ങനെയാണെങ്കിൽ പോൾ സ്ട്രെങ്തിന് മാറ്റം ഉണ്ടാവും? കാരണം ഇവിടെ അല്ല, ഈ എൻഡിലായിരിക്കും പവർ ഉള്ളത് മാഗ്നറ്റിന്റെ. അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും പോൾ സ്ട്രെങ്ത് എങ്ങനെയായി മാറും? സ്ട്രെങ്ത് ബിക്കം ഹാഫ് ആവും. അപ്പോൾ രണ്ടായിട്ട് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കണമെങ്കിൽ നേരത്തെ ഉണ്ടായതിന്റെ പകുതിയായിട്ട് അത് മാറും. ഓക്കെ, അടുത്ത പോയിന്റ് അത് എഴുതിക്കോ. ഇഫ് യു ബ്രേക്ക് പിന്നെ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് രണ്ട് പീസ് ആയി കഴിയുമ്പോൾ ഇവിടെ ഒരു നോർത്ത്, ഇവിടെ ഒരു സൗത്ത്. ഓക്കെ, ഇഫ് യു ബ്രേക്ക് എ മാഗ്നറ്റ്, perpendicular to the axis, we break a magnet perpendicular to the axis, perpendicular to the axis, the pole strength remains same. Perpendicular to the axis, perpendicular ആയിട്ട് കട്ട് ചെയ്യണമെന്ന് വിചാരിക്കും ഒരു മാഗ്നറ്റ്. പോൾ സ്ട്രെങ്ത് റിമെയിൻ സെയിം. If we break a magnet, if we break a magnet
along the axis, if we break a magnet along the axis into two equal parts, if we break a magnet along the axis into two equal parts, the pole strength become half. The pole strength become half. ജസ്റ്റ് ഒന്ന് ഞാൻ വരച്ച് കാണിച്ചോട്ടാ. ഇത് രണ്ടുപേർ പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ പോൾ സ്ട്രെങ്ത് ഒന്നും തന്നെ പറ്റുന്നില്ല. പക്ഷെ ആക്സിസ് വൈസ് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു എൻഡ് ആണ് കട്ട് ആവുന്നത്. അപ്പോൾ become half. അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ സോളിനോയിഡ് വരച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് ഫീൽഡ് ലൈൻസ് വരക്കേണ്ടത്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം നോർത്ത് ടു സൗത്ത് ഔട്ട്സൈഡ് ആൻഡ് സൗത്ത് ടു നോർത്ത് ഇൻസൈഡ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം നോർത്ത് ടു സൗത്ത് ഇൻസൈഡ്. ഔട്ട്സൈഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? നോർത്ത് ടു സൗത്ത് ആയിരിക്കും. ഇൻസൈഡ് ഉള്ളിൽ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും സൗത്ത് ടു നോർത്ത് ആയിരിക്കും. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം നോർത്ത് ടു സൗത്ത് ഔട്ട്സൈഡ് ആൻഡ് സൗത്ത് ടു നോർത്ത് ഇൻസൈഡ്. അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആണ് ഫോം ചെയ്യുന്നത്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചപ്പോൾ ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്താൽ ഇല്ല. പക്ഷെ ഇവിടെ നോക്കിക്കേ, നോർത്ത് ടു സൗത്ത് ഔട്ട്സൈഡ്. മറന്നു പോയത്, തിരിഞ്ഞു പോയാൽ തെറ്റും. ഫീൽഡ് ലൈൻസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരക്കുമ്പോൾ തെറ്റിപ്പോകും. കറക്റ്റ് ആയിട്ട് വരക്കണം. നോർത്ത് ടു സൗത്ത് ഔട്ട്സൈഡ്, സൗത്ത് ടു നോർത്ത് ഇൻസൈഡ്. മാഗ്നറ്റ് തിരിച്ചു വെച്ചാലും കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ വരക്കണേ. സോ സൗത്ത് പോൾ ഇവിടെ, നോർത്ത് പോൾ ഇവിടെ ആണെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. സൗത്ത് ടു നോർത്ത് ഇൻസൈഡ്, നോർത്ത് ടു സൗത്ത് ഔട്ട്സൈഡ്. ഓക്കെ, ആ പ്രോപ്പർട്ടിയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ടിംഗ് ഫ്രം നോർത്ത് ടു സൗത്ത് ഔട്ട്സൈഡ് ആൻഡ് സൗത്ത് ടു നോർത്ത് ഇൻസൈഡ്. Magnetic field lines starting from north to south outside and south to north inside. North il ninnu south ilekku outside. ഞാൻ പറഞ്ഞ കമ്പയർ ചെയ്ത് പഠിക്കണം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ വരക്കില്ലേ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരക്കില്ലേ, അപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൂടി വരച്ചു നോക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ആവുമ്പോഴത്തേക്കും ഇങ്ങനെ വരും. നോർത്ത് ടു സൗത്ത് ഔട്ട്സൈഡ് ആൻഡ് സൗത്ത് ടു നോർത്ത് ഇൻസൈഡ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എഴുതി. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി നമുക്ക് ഇതിൽ നിന്ന് തന്നെ പറയാം. ഈ ഫിഗറിൽ തന്നെ നമ്മൾ പറഞ്ഞു കൂടെ. ഫസ്റ്റ് പ്രോപ്പർട്ടി കിട്ടിയല്ല, ഫീൽഡിൽ പ്രോപ്പർട്ടീസ് എഴുതാൻ വരുമ്പോൾ നമ്മളപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ഈ ഫിഗർ ഒന്ന് ജസ്റ്റ് വരച്ചു വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് തന്നെ പറയാം. ഇനി അടുത്തത് നോക്കിക്കേ, ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യണ്ടേ. നമ്മൾ അടുത്തൊരു ലൈൻ വരക്കണമെന്ന് വിചാരിക്കും. ഇതുപോലെ തന്നെ ഇങ്ങനെ പോകും അല്ലേ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ഈ പോയിന്റിൽ തന്നെ വന്ന് നിൽക്കണേ. ഒരു ക്ലോസ്ഡ് ലൂപ്പ് അല്ലേ ഇവിടെ ഫോം ചെയ്യുന്നത്. ആരോമാർക്ക് നോക്കിക്കേ, കറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതേ ഡയറക്ഷനിൽ വന്ന് തന്നെ എൻഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം അടുത്ത പ്രോപ്പർട്ടി? ഇറ്റ് ഫോംസ് ക്ലോസ്ഡ് ലൂപ്പ്. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി എടുക്കും. ഇറ്റ് ഫോംസ് ക്ലോസ്ഡ് ലൂപ്പ്. ഞാൻ പറഞ്ഞ ഫിഗർ വരക്കുമെങ്കിൽ കറക്റ്റ് ആയിട്ട് അവിടെ തന്നെ പറയാൻ പറ്റുമല്ലോ. ഇറ്റ് ഫോം ക്ലോസ്ഡ് ലൂപ്പ്. ഓക്കെ, അടുത്തത് ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതിലുള്ള ഏത് പോയിന്റിൽ ടാൻജന്റ് വെച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത പ്രോപ്പർട്ടി ഇതിൽ തന്നെ ഫിഗറിൽ തന്നെ ഓർത്ത് പറയാൻ നോക്കണം കേട്ടോ. ഫസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ ലൈൻസ് എങ്ങനെയാ വരുന്നതെന്ന് ഓർക്കുക. അപ്പൊ തന്നെ നമുക്ക് പറയാം ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും. പിന്നെ ഇതിലുള്ള ഏത് പോയിന്റിലെടുത്ത് നമ്മൾ ടാൻജന്റ് വെച്ചാൽ എന്ത് കിട്ടും? ഡയറക്ഷൻ കിട്ടും. അപ്പൊ അടുത്ത പോയിന്റ് ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഗിവ്സ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. Tangent at any point gives direction of magnetic field. Tangent at any point gives the direction of magnetic field. എഴുതുന്നുണ്ടോ?
ഓർമ്മപ്പെടുത്തിയാ property. Okay, അടുത്തത് tangent at any point gives a direction of magnetic field. അടുത്തത് two lines never intersect. Intersect ചെയ്താൽ എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, ആ രണ്ട് ഡയറക്ഷൻ വരും. ഇപ്പൊ ഈ ഒരു പോയിന്റ് ഇന്റർസെക്ട് ചെയ്ത് ഈ പോയിന്റ് ഇവിടെ നിന്ന് ഒരു ഡയറക്ഷൻ ഉണ്ടാവും, ഇങ്ങനെ ഒരു ഡയറക്ഷൻ ഉണ്ടാവും. അപ്പൊ രണ്ട് ഡയറക്ഷൻ അത് പോസിബിൾ അല്ല. ഓക്കെ, രണ്ട് ലൈൻസ് കൂടെ ജസ്റ്റ് നോക്കട്ടെ. രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്തെന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റ് നോക്കുമ്പോൾ അതിന് ഇങ്ങോട്ടും ഒരു ഡയറക്ഷൻ ഉണ്ട്, ഇങ്ങോട്ടും ഒരു ഡയറക്ഷൻ ഉണ്ട്. ഒരു പോയിന്റിന് രണ്ട് ഡയറക്ഷൻ പോസിബിൾ ആണോ? അല്ല. അതുകൊണ്ട് നമുക്ക് പറയാം two lines never intersect. എഴുതിയ two lines never intersect. ഓക്കെ, അടുത്തത് കംപ്ലീറ്റ് ചെയ്ത് വെച്ച് നോർത്ത് ടു സൗത്ത്, സൗത്ത് ടു നോർത്ത് ഇൻസൈഡ്, നോർത്ത് ടു സൗത്ത് ഔട്ട്സൈഡ്, സൗത്ത് ടു നോർത്ത് ഇൻസൈഡ്. ക്രൗഡഡ് ലൈൻസ്, ഇവിടെ ലൈൻസ് കൂടുതലാണ്. അങ്ങനെയാണ് ഇവിടെ എന്തായാലും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ച പ്രോപ്പർട്ടി തന്നെയാണ്. സ്ട്രോങ് ആയിരിക്കും. സ്പേസ്ഡ് ആയിട്ടുള്ള ലൈൻസ് ആണ്, കുറെ സ്പേസ് ഉള്ള ലൈൻസ് ആണ് ഇവിടെ ഉള്ളതെങ്കിൽ അവിടെ എന്തായിരിക്കും? വീക്ക് ആയിരിക്കും. അപ്പൊ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതിക്കോ. അത് ചെയ്തിട്ട് ക്രൗഡഡ് ലൈൻസ് റെപ്രസെന്റ് സ്ട്രോങ് മാഗ്നെറ്റിക് ഫീൽഡ് ആൻഡ് സ്പേസ്ഡ് ലൈൻസ് റെപ്രസെന്റ് വീക്ക് മാഗ്നെറ്റിക് ഫീൽഡ്. Crowded lines represent strong magnetic field and spaced lines represent weak magnetic field. Strong magnetic field. അവിടെ crowded ആയിട്ട് ലൈൻ ഉണ്ടെങ്കിൽ strong magnetic field ഇൻഡിക്കേറ്റ് ചെയ്യും. സ്പേസ്ഡ് ആയിട്ടാണ് ലൈൻ ഉള്ളതെങ്കിൽ മാഗ്നെറ്റിക് ഫീൽഡ് അവിടെ വീക്ക് ആയിരിക്കും. ചാപ്റ്റർ ഇനി വേറെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ജസ്റ്റ് പഠിച്ച് പോയിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ കഴിഞ്ഞല്ല ഞാൻ പറഞ്ഞതാ. ഓരോ ടോപ്പിക്ക് പഠിച്ച് പോകുമെങ്കിൽ ഇത് ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ടോപ്പിക്കാണ്. നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മാഗ്നറ്റിസം എന്താണോ നമ്മൾ പറഞ്ഞത്? അട്രാക്ഷൻ ഓഫ് ഓർബിറ്റ്സ് ഓഫ് അയൺ പാർട്ടിക്കൽ ടുവേർഡ്സ് ഇറ്റ്സ് സോൾ, അതിന് നമ്മൾ മാഗ്നറ്റിസം എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ആ ഒരു ഓർഡറിൽ പഠിക്കണം. ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ മെറ്റീരിയൽ നോക്കാതെ തന്നെ നമുക്ക് ആ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. പ്രോപ്പർ മാഗ്നറ്റിസം എന്താന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താ? ബാർ മാഗ്നറ്റിനെ പറ്റി പറഞ്ഞു. ബാർ മാഗ്നറ്റ് നമ്മൾ പോൾ എന്താന്ന് ഡിഫൈൻ ചെയ്യും. അത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് ഡിഫൈൻ ചെയ്ത് തന്നേ ഉള്ളൂ. പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? Two ends of the magnet, power by the power of attraction of magnet is concentrated. ഒരു മാഗ്നറ്റിന്റെ അട്രാക്റ്റിംഗ് പവർ ഉണ്ടാവുന്നത് ആ എൻസിലായിരിക്കും. പിന്നെ നമ്മൾ ബാർ മാഗ്നറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആ പഠിച്ചത്. അത് എന്തൊക്കെ പഠിച്ചു? നോർത്ത് പറഞ്ഞു. ഫസ്റ്റ് എന്താ പറഞ്ഞത്? മോണോപോൾസ് മോണോപോൾസ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എന്തോട് പഠിച്ചു? അത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പഠിച്ചത്. അത് ബാർ മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞ. പിന്നെ നമ്മൾ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞു, ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് പോൾസ് അട്രാക്ട് ചെയ്യും. പിന്നെ എന്താ പഠിച്ചു? അതൊക്കെ ഫീൽഡ് ലൈൻസിന്റെ. Distance between two end poles of the magnet is called magnetic length and distance between two ends of the magnet. അപ്പോൾ മനസ്സിൽ വന്നോട്ടാ, പോൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മാഗ്നറ്റിക് ലെങ്തും എൻഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ജിയോഗ്രാഫിക് ലെങ്തും. അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ മാഗ്നറ്റിക് ലെങ്ത് is equal to 7/8 into അതല്ല ഉദ്ദേശിക്കുന്നത്. ഇത് തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, അല്ലാതെ വേറെ പറയുന്ന പേര് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിനെ
പ്രോബ്ലം ഒന്നും ഉണ്ടാവുന്നില്ല. അല്ല പോളിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ആ ടു എൻഡ്സ് ഓഫ് ദ പോളിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നില്ല. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ പോൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ മാഗ്നറ്റിക് ലെങ്ത്, ആ രണ്ട് എൻഡ്സ് തമ്മിലുള്ളത് അത് ജോമെട്രിക് ലെങ്ത് എന്നാ പറയാം. ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആ പോൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ എടുക്കുമ്പോഴാണോ ഇതിപ്പോ നോർത്ത് സൗത്ത് അത്രയും മാഗ്നറ്റിക് അങ്ങനെയാണ്. ഇത് തമ്മിലുള്ള മാഗ്നറ്റിക് ലെങ്തും മറ്റേ ജോമെട്രി അത് നമ്മൾ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ ജസ്റ്റ് പ്രോപ്പർട്ടീസ് ചോദിക്കുകയും എഴുതിയാൽ മതി. വേറെ അതിനെപ്പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഏതാ പഠിച്ചത്? പ്രോപ്പർട്ടീസ് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് പറയാം. പ്രോപ്പർട്ടീസ് അല്ല നമുക്ക് പറഞ്ഞ ലൈഫ് ബ്രേക്ക് മാഗ്നറ്റിക് പെർപെൻഡിക്കുലർ ആക്സിസിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോൾ സ്ട്രെങ്ത് എങ്ങനെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. പക്ഷെ ആക്സിസിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെങ്കിൽ ഹാഫ് ആയിരിക്കും. പിന്നെ നമ്മൾ അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പഠിച്ചു. ഫീൽഡ് ലൈൻസ് പഠിക്കുമ്പോൾ തന്നെ മനസ്സിൽ നമ്മുടെ ഈ ഫിഗർ തന്നെ നോർത്ത് പോൾ സൗത്ത് പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ടിംഗ് ഫ്രം നോർത്ത് ടു സൗത്ത് ഔട്ട്സൈഡ്, സൗത്ത് ടു നോർത്ത് ഇൻസൈഡ്. കിട്ടിയ പഠിക്കണോട്ടെ. ഇന്ന് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. എക്സാം കഴിയുമ്പോഴത്തേക്കും നോക്കാൻ പറ്റരുത്. ഇന്ന് തന്നെ നോക്കിക്കോളാം. ഓക്കെ. പിന്നെ അടുത്ത പോയിന്റ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ പറയാൻ പറ്റും. ഫോം ക്ലോസ് ടു ലൂപ്പ് ഫോം ചെയ്യും. പിന്നെ അടുത്തത് ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഗിവ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അടുത്തത് ടു ലൈൻസ് നെവർ ഇന്റർസെക്ട്. അടുത്തത് ക്രൗഡഡ് ലൈൻസ് റെപ്രസെന്റ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. സ്ട്രെയിറ്റ് ലൈൻസ് റെപ്രസെന്റ് വീക്ക് മാഗ്നറ്റിക്. എഴുതിയാ? അനന്തും എഴുതിയാ? ക്ലിയർ ആണോ? പ്രോപ്പർട്ടീസ് എല്ലാം ക്ലിയർ ആണോ? അത് മറ്റേ പോൾസ് തമ്മിലുള്ള ലെങ്ത് ആണ്. പോൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അതിന് പറയുന്ന പേരാണ്. പോൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ പറയുന്നത് മാഗ്നറ്റിക് ലെങ്ത് എന്നും, അല്ലാതെ മാഗ്നറ്റിന്റെ എൻഡ് വൈസ് നമ്മൾ പറയുമ്പോൾ പോൾസ് നോക്കണം. അല്ലാതെ ഒരു മാഗ്നറ്റിന്റെ എൻഡ് വൈസ് നമ്മൾ പറയുമ്പോൾ ജോഗ്രഫിക് ലെങ്ത് എന്ന് പറയും. അത് ജസ്റ്റ് ഡെഫിനിഷൻ ആയിട്ടൊന്ന് നോക്കി വെച്ചാൽ മതി. അമ്മ എടുത്തിയാ? എന്താണ്? അത് എന്ത് തന്നെ പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. പോൾസ് തമ്മിലുള്ള ഇതിൽ വരുന്ന ആ ഒരു ഡിസ്റ്റൻസ് നോർത്തും സൗത്തും തന്നെ ഇതിലിടയിൽ വരുന്ന ആ ഡിസ്റ്റൻസിനാണ് നമ്മൾ മാഗ്നറ്റിക് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ. ഇത് എന്തെന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഈ ഒരു ഫുൾ ഡിസ്റ്റൻസ് വരും. അതിനെയാണ് നമ്മൾ ജോഗ്രഫിക് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് പറയാം മാഗ്നറ്റിക് ഡൈപോൾ. അടുത്ത എഴുതിക്കോ മാഗ്നറ്റിക് ഡൈപോൾ. ഡൈപോൾ ഒന്ന് പറയാൻ പറ്റുമോ നോക്കിക്കേ? മറ്റേ ഇലക്ട്രിക് ഫീൽഡിലെ കൺസെപ്റ്റ് വെച്ച് പറയാൻ പറ്റുമോ നോക്കിക്കേ? Separated by small distance. അത് തന്നെ എഴുതിക്കും. An arrangement of magnetic dipole എടുത്തിക്കോട്ടെ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് കമ്പയർ ചെയ്ത് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. അവിടെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ പറ്റി ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പറയുന്നു. അത്രേ വ്യത്യാസമുള്ളൂ. ഈ ചാപ്റ്റർ ഫുള്ള് കമ്പാരിസൺ ആണ്. ജസ്റ്റ് അങ്ങനെ നോക്കി പഠിച്ചാൽ മതി. An arrangement of two equivalent opposite poles. An arrangement of two equivalent opposite poles separated by a small distance. Small distance. Dipole moment. Magnetic dipole moment is the product of pole strength and distance. M is equal to QM into 2A. മറ്റേതിൽ പഠിച്ചതുപോലെ തന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നമ്മൾ QM എന്നെടുത്തേക്കുന്നത് എന്താ? പോൾ സ്ട്രെങ്ത്. ഓക്കെ. പോൾ സ്ട്രെങ്ത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് QM into 2A. QM into 2A. QM എന്താ പറയുന്നത്? പോൾ സ്ട്രെങ്ത്. പോൾ സ്ട്രെങ്തിന് ഇത് ജസ്റ്റ് വേറെ ഒന്നും പറയാനൊന്നുമില്ല. നിങ്ങൾ കമ്പയർ ചെയ്ത് തന്നെ പഠിച്ചാൽ മതി. മറ്റേതെന്താ? മറ്റേതിൽ എന്താ പഠിച്ചത്? ഇലക്ട്രോസ്റ്റാറ്റിക്കിൽ P equal to 2A.
2QA അതല്ലേ നമ്മൾ പഠിച്ചത് 2AQ അതാ പഠിച്ചത്. ഇവിടെ അതുപോലെ തന്നെ 2QM QM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോൾ സ്ട്രെങ്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അത്രേ വ്യത്യാസമുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ P ആയിരുന്നു, ഇവിടെ M ആണ്. ഇനി ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിച്ചപ്പോൾ നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരുന്നു ഡൈപോളിന്റെ ഡയറക്ഷൻ വന്നു. അതുപോലെ ഇവിടെ എങ്ങനെയായിരിക്കും? ഇവിടെ സൗത്ത് ടു നോർത്ത് ആയിരിക്കും വരുന്നത്. ഓക്കെ, സൗത്ത് ടു നോർത്ത്. Its direction is from south pole to north pole. Its direction is from south pole to north pole. Magnetic dipole moment നമ്മൾ വേറൊരു ഇക്വേഷൻ കൂടി പഠിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ചാപ്റ്ററിൽ ഞാൻ പഠിച്ചത് പറഞ്ഞായിരുന്നു. IA അതും കൂടി പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ ഇതെന്താ? മാഗ്നറ്റിക് ഡൈപോൾ എന്താണ്? An arrangement of equivalent opposite poles separated by a small distance. Its direction is from south pole to north pole. Equation എഴുതിയ magnetic dipole moment M equal to 2m into 2a. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ചാപ്റ്റർ കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നമ്മൾ നോക്കാം. ഇത്ര എഴുതിയല്ലോ. അമര എഴുതുന്നുണ്ടോ? ഉണ്ടാവും. അമര ദേവ എഴുതുന്നുണ്ടോ? ഇനി ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കോട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുവേ. ഇനി നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. രണ്ടും കൂടെ കമ്പയർ ചെയ്യാം. ഇലക്ട്രോസ്റ്റാറ്റിക്സും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൂടി ജസ്റ്റ് കമ്പയർ ചെയ്ത് പറയാൻ പോകുന്നത്. അതിന് ഫസ്റ്റ് ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡ് നമ്മളൊരു ചാർജ് Q1 ഇവിടെ ഉണ്ട്, Q2 ഇവിടെ ഉണ്ട്. ഇതിന്റെ ഇടയിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏത് ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്തത്? ഒരു ലോ പഠിച്ചായിരുന്നു, കൂളംസ് ലോ പഠിച്ചു. F equal to 1/4πε0 Q2 by r square. അതുപോലെ ഇവിടെ നമുക്ക് എങ്ങനെ പറയും? ഇപ്പോൾ രണ്ട് നോർത്ത് പോളും ഉണ്ട്, ഒരു സൗത്ത് പോളും ഉണ്ട്. ഓക്കെ, ഒരു ബാർ മാഗ്നറ്റ്. ഇതിന്റെ ഇടയിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? F equal to ഇവിടെ 1/4πε0 ആണെങ്കിൽ ഞാൻ പറഞ്ഞു, മൂവിങ് ചാർജ് തുടങ്ങിയപ്പോൾ പറഞ്ഞു അവിടെ എന്തായിരിക്കും വരുന്നത്? അതിന് പകരം mu0/4π ഹോൾ സ്ട്രെങ്ത് നമുക്ക് ഇപ്പൊ P1 P2 അങ്ങനെ എന്തെങ്കിലും എടുക്കും, ഡിവൈഡഡ് ബൈ r സ്ക്വയർ. സെയിം തന്നെ, വ്യത്യാസമൊന്നുമില്ല. മാഗ്നറ്റിക് ഫീൽഡിലാണ് വരുന്നതെങ്കിൽ ഇവിടെ mu0/4π വരും, ഇവിടെ 1/4πε0 വരും. വേണമെങ്കിൽ QM എന്നല്ലേ നമ്മൾ ഹോൾ സ്ട്രെങ്ത് എടുത്തത്, അങ്ങനെ തന്നെ എടുത്തേക്ക്. P1 P2 എഴുതണ്ട. ഏതാണ്? ഇത് നമ്മൾ ബയോട്ട്-സാവാർട്സ് ലോ പഠിച്ചില്ലേ? ബയോട്ട്-സാവാർട്സ് ലോ ഇല്ല, ഇത് ജസ്റ്റ് ഫോഴ്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ബയോട്ട്-സാവാർട്സ് ലോ കമ്പയർ ചെയ്താൽ ഞാൻ പറഞ്ഞത് ഇത് ജസ്റ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ. ഐഡിയൽ സൈൻ തീറ്റ ബൈ r സ്ക്വയർ വരും. അതാണ്, അതിനെ പറ്റിയുള്ള കമ്പാരിസൺ ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, കൂളംസ് ലോയും ബയോട്ട്-സാവാർട്സ് ലോയും തമ്മിലുള്ള കമ്പാരിസൺ എനിക്ക് തന്നിട്ടുണ്ടെന്നാണ് എനിക്ക് ഓർമ്മ. അതിനെ പറ്റി കമ്പാരിസൺ ചോദിക്കണം. ഇത് ജസ്റ്റ് നമ്മളിപ്പോൾ ഇതിന്റെ ഇടയിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ, ബയോട്ട്-സാവാർട്സ് ലോ എന്താ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനല്ലേ, ബി കണ്ടുപിടിക്കാനുള്ളതല്ലേ. ഇത് ജസ്റ്റ് ഇപ്പൊ നോർത്ത് പോൾ സൗത്ത് പോൾ ഇതിന്റെ ഇടയിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി അടുത്തത്, ഇനി ഇവിടുത്തെ ടോർക്ക് എന്തായിരുന്നു? ടോർക്കിന്റെ ഇക്വേഷൻ എന്താ വിളിച്ചത്? ടോ ഈക്വൽ ടു PE sin θ. ഓക്കെ, ഇവിടെ എങ്ങനെ വരും? ഇപ്പൊ ടോ ഈക്വൽ ടു MB sin θ എന്ന് പറഞ്ഞ് MB sin θ. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ഈ ചാപ്റ്ററിൽ ഇക്വേഷൻസ് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. ഞാൻ എന്നാലും ഡെറിവേഷൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഏതാണ്? ഇത് എഴുതിയെടുത്തു. ജസ്റ്റ് ഇക്വേഷൻസ് തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുക. ഇവിടെ P വന്ന സ്ഥലത്ത് E വന്ന സ്ഥലത്ത് ഇവിടെ M ഉം D വരയ്ക്കും വരുന്നത്. ജസ്റ്റ് കമ്പയർ ചെയ്ത് മാത്രം പഠിച്ചാൽ മതി, ഡെറിവേഷൻ പഠിക്കാനില്ല. എന്നാലും ഞാൻ ഡെറിവേഷൻ കാണിച്ചു തരാം, ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഫൈനൽ ആൻസർ മാത്രം, ഇക്വേഷൻ മാത്രം നോക്കി വെക്കുക. അത് മാഗ്നറ്റോസ്റ്റാറ്റിക്സ്. മാഗ്നറ്റോസ്റ്റാറ്റിക്സ് നമ്മൾ റിലേറ്റീവ് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് ഇലക്ട്രിക് ഫീൽഡിന്റെ പോയിന്റ് ഓൺ ആക്ഷൻ ലൈൻ എന്താ പഠിച്ചത്? ഞാൻ പറഞ്ഞു ഫസ്റ്റ് ചാപ്റ്റർ നോക്കിയിട്ട് വരാൻ പറഞ്ഞായിരുന്നു. ഇലക്ട്രിക് ഫീൽഡിന്റെ പോയിന്റ് ഓൺ ആക്ഷൻ ലൈൻ E is equal to 1/4πε0 2p by r cube 1/4πε0
epsilon 0 2p by r cube. That's equal to k 2k p by r cube. Okay. ഇനി അപ്പോൾ ഇവിടെ എങ്ങനെ വരും? V is equal to mu 0 by 4 pi 2m by r cube. ഞാൻ പറഞ്ഞു ഇവിടെ p ഉള്ള സ്ഥലത്തെല്ലാം അപ്പുറത്ത് എന്ത് വരും? m വരും. ഓക്കെ 2m by r cube. ഇനി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ നമ്മൾ എന്താ പഠിച്ചേ? മൈനസ് ഇനി മീൻസ് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഈ ഫീൽഡ് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് m by ആയിക്കോട്ടെ. അത് കോൺസ്റ്റന്റ് ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. അത് qm എന്തായാലും വരും. ഓക്കെ ഇവിടെ നമ്മൾ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ മൈനസ് ഇട്ടത്. അവിടെ അതുപോലെ എന്താ ഡൗട്ട് ഉണ്ടോ? നമുക്ക് ആ കേക്കിന് 1/4 epsilon 0 മാറ്റി k കൊടുക്കുന്നേ ഉള്ളൂ. ആദ്യത്തെ ആക്ച്വലില് ഇത് ആക്ച്വലി റിപ്പീറ്റ് ഇനി അതുപോലെ തന്നെ അടുത്തത് പറയാലോ. വർക്ക് ഡൺ PE cos theta 1 minus cos theta 2 u equal to minus b dot ഇവിടെ ഒരു ബി ആക്ച്വൽ ഇവിടെ b യും m അല്ല അപ്പോൾ ഇപ്പുറത്തല്ലേ? ഇത് ബി ആക്ച്വലി ഇത് ബി ഇക്വറ്റോറിയൽ 2k 1/4 epsilon 0 നമ്മൾ ചെയ്യുന്നല്ലേ എടുക്കുള്ളൂ. Work done. W equal to PE cos theta 1 minus cos theta 2. Cos theta 1 minus cos theta 2. ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? PE. PEയുടെ സ്ഥാനത്ത് എന്ത് വരും? ഇവിടെ നോക്കിക്കേ. P എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ P എന്ന് പറഞ്ഞാൽ എന്താ? ഡൈപോൾ. ഇവിടുത്തെ M എന്ന് പറഞ്ഞാൽ എന്താ? ഡൈപോൾ. B എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ E എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് കമ്പയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടെ PE വന്ന സ്ഥലത്തല്ല അവിടെ എന്ത് വരും? MB വരും. U equal to minus MB cos theta. അതായത് ഇങ്ങോട്ടാ. ഇവിടെ k എന്ന് പറയുമ്പോൾ എന്താണ്? mu 0 by 4 pi. തിരിച്ചെടുത്തത് കേട്ടോ. ഇവിടത്തെ k 1/4 epsilon 0, അവിടെ mu 0 by 4 pi. ഞാൻ ഡിറൈവ് ചെയ്ത് കാണിച്ചു തരാം. പക്ഷെ നിങ്ങൾക്ക് ഇക്വേഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. ഡെറിവേഷൻ ഇല്ല, ടെക്സ്റ്റിലും കൊടുത്തിട്ടില്ല. ഞാൻ ഡിറൈവ് ചെയ്ത് പക്ഷെ കാണിച്ചു തരാം. മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ വന്നെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഞാനെന്തോ എഴുതിയാ? മിഷേൽ എഴുതിയാ? ഫോർമുലാസ് എല്ലാം എഴുതി വെച്ചോട്ടെ. നമുക്ക് ജസ്റ്റ് ഇത് മാത്രം മതി, പഠിക്കാൻ ഇത് മാത്രം മതി. ഡെറിവേഷന്റെ ആവശ്യമില്ല. ഡെറിവേഷൻ എടുക്കുവാണെങ്കിൽ എക്സാമിന് ഞാൻ
ഫൈൻഡ് ഔട്ട് ദ ആക്ഷൻ ലൈൻ. ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നോക്കിക്കേ, നേരത്തെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡൊക്കെ പോയിന്റ് ഔട്ട് ആക്ഷൻ ലൈൻ ചെയ്തില്ലേ, സെയിം തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നമ്മളൊരു മാഗ്നറ്റ് കൺസിഡർ ചെയ്തു, സൗത്ത് പോള് നോർത്ത് പോള്. ഓക്കെ, ഇതിന്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 2a. 2a എന്ന് പറയുമ്പോൾ ഇത് a, ഇത് a. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചിട്ടില്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഓക്കെ അല്ലേ? അതിന്റെ ഒരു ബേസിൽ തന്നെ ഓർത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ആക്ഷൻ ലൈൻ എന്ന് പറയുമ്പോൾ എവിടെയായിട്ട് വരും പോയിന്റ്? ആക്സിസിൽ വരും. ഏകദേശം ഇവിടെ ആയിട്ട് നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്ത് പോയിന്റ് ബി. ഓക്കെ, ഈ പോയിന്റ് ബിയിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് തമ്മിൽ സെന്ററിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചത് തന്നെ എന്താ പഠിച്ച? സെന്ററിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് 6. ഇത് 6 ആയിട്ട് എടുത്തു. ഏതാണ്? ഡൈപോൾ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഡൈപോളുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ആക്സിസിലുള്ള പോയിന്റാണ് കൺസിഡർ ചെയ്യുന്നത്. ഇല്ല, ഡൈപോളാണ്. അപ്പോൾ സൗത്ത് പോൾ നോർത്ത് പോൾ അല്ലേ വരുള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് വെച്ചപ്പോൾ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്, നെഗറ്റീവ് ടു പോസിറ്റീവ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ ഞാനിവിടെ ഒരു നോർത്ത് പോലുള്ള മാഗ്നറ്റാണ് ഈ സൈഡിൽ ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. നോർത്ത് പോലുള്ള മാഗ്നറ്റാണ് ഈ സൈഡിൽ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോർത്ത് പോൾ കൂടി വരുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുന്നത്? ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ. അപ്പോൾ ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും വരുന്നത്? ഇതും കൂടി റിപ്പല്ലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയറക്ഷനിൽ പോകും റിപ്പൽഷൻ. ഇനി ഈ നോർത്ത് പോളും ഈ സൗത്ത് പോളും കൂടി എന്തായിരിക്കും ഉണ്ടാവുന്നത്? ഓപ്പോസിറ്റ് പോൾസ് അല്ലേ? ഈ നോർത്തും ഈ സൗത്തും ഓപ്പോസിറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ എന്തായിരിക്കും? അട്രാക്ഷൻ. Fs. ഓക്കെ, നമുക്ക് ഇത് എഴുതാം. Fn equal to mu0/4π. ഇവിടെ ഞാൻ ഇതിന്റെ പോൾ സ്ട്രെങ്ത് Qm എന്ന് എടുക്കുകയാണ്. ഇതിന്റെ പോൾ സ്ട്രെങ്ത് Qm തന്നെയാണ്, മനസ്സിലാവാൻ വേണ്ടി. അതെന്താണ്? ഇത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇവിടെ ഒരു നോർത്ത് പോൾ, ഇവിടെ നോർത്ത് പോൾ ആകുമ്പോൾ റിപ്പല്ലല്ലേ പോകുള്ളൂ. റിപ്പൽ ചെയ്ത് പോകാൻ പോകുന്നത് ഡയറക്ഷൻ നമ്മൾ. ഇനി ഒരു നോർത്ത് പോൾ ഒരു സൗത്ത് പോൾ ആകുമ്പോഴത്തേക്ക് അട്രാക്ട് ചെയ്യും. ഓക്കെ, mu0/4π പോൾ സ്ട്രെങ്ത് Qm നോട്ട് എന്ന് എടുക്കുകയാണ്. Qm നോട്ട്. ഓക്കെ, Qm നോട്ട് ഡിവൈഡഡ് ബൈ Fn. Fn എന്ന് പറയുമ്പോഴത്തേക്ക് നോർത്ത് പോളാണ് വേണ്ടത്. നോർത്ത് പോൾ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് എങ്ങനെ വരും? ടോട്ടൽ 6 ആണ്, ഇത് a ആണ്. അങ്ങനെയാണെങ്കിൽ ഈ നോർത്ത് പോളിൽ നിന്ന് പോയിന്റ് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? r മൈനസ് a. മനസ്സിലായോ? സെന്ററിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് 6 ആണ്. ഇത് 6 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എങ്ങനെ എടുക്കാം നമുക്ക്? r മൈനസ്. ഇത് സെന്ററിൽ നിന്ന് ഇത് ഈ പോയിന്റ് ബി വരെയുള്ള ഡിസ്റ്റൻസ് 6 ആണ്. ഇത് സെന്ററിൽ നിന്ന് 2a അല്ലേ? സൗത്ത് പോൾ നോർത്ത് പോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a. അപ്പൊ ഇത് a, ഇത് a. അങ്ങനെയാണെങ്കിൽ ഇത് a അല്ലേ? നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് ഇങ്ങോട്ടുള്ളതാണ്. നമുക്ക് ടോട്ടൽ 6ൽ നിന്ന് a സബ്ട്രാക്ട് ചെയ്താൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. r മൈനസ് a ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി Fs എന്ന് പറഞ്ഞേ ഇത് Qm പോൾ സ്ട്രെങ്ത്തിനാണ് നോട്ട് ചെയ്യുന്നത്. ഓക്കെ, Fs എങ്ങനെ എഴുതാം? mu0/4π Qm not divided by r plus a the whole square. ഓക്കെ, ഇവിടെ നിന്ന് ആ പോയിന്റ് വരെ എന്ന് പറയുമ്പോഴത്തേക്കും r plus a. മനസ്സിലായോ? നെക്സ്റ്റ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ പ്ലസ് ആണ് ചെയ്യാറ്. പക്ഷേ ഇവിടെ നമ്മൾ Fn മൈനസ് Fs എടുക്കുന്നത്. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സെയിം തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. അതൊന്നും എടുത്ത് വെച്ച് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. Fnet equal to Fn മൈനസ് Fs. That's equal to, ഇതിനെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാമല്ല, k into Qm not. രണ്ടിലും കോമൺ ആണ്. mu0/4π ശ്രദ്ധിച്ച് അറിയേണ്ടി എഴുതട്ടാ. mu0/4π കോമൺ ആണ്. അത് k എന്ന് പറഞ്ഞ് പുറത്തേക്ക് എടുത്ത്. ബാക്കിയുള്ളത് Qm not ഇവിടെയും കോമൺ ആണ്, അത് പുറത്തേക്ക് എടുത്ത്. ബാക്കിയുള്ളത് 1 മൈനസ് a the whole square minus 1/r plus a the whole square. R plus a the whole square minus
square plus 2ar plus a square minus r square minus 2ar plus a square divided by r square minus a square the whole square. A qm naught into bracket open r square plus 2ar plus a square bracket open minus r square plus 2ar minus a square divided by r square minus a square the whole square. r square cancel ചെയ്യാം, a square cancel ചെയ്യാം. ബാക്കിയുള്ളത് k qm naught into 2ar plus 2ar ശ്രദ്ധിച്ചിട്ട് എഴുതട്ടോ. 2ar plus 2ar 4ar divided by r square minus a square the whole square. ഇത്ര എഴുതിക്കേ, മനസ്സിലാക്കി എഴുതണേ. ഏതാണ്? അതെ, ഓക്കെ. ഇതുകണ്ടോ ഉദ്ദേശം ഉണ്ടാവും. മാഗ്നറ്റിക് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ മാഗ്നറ്റിക് ഇവിടെ ആക്സിൽ എന്ന് പറയുന്നത് ഈ പോയിന്റ് അല്ലേ, ഈ പോയിന്റ് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ആയാലും മാഗ്നറ്റിക് ഫീൽഡ് ആയാലും ഇതിന്റെ സെന്റർ ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആറായിരിക്കും. ഇന്നലെ എനിക്ക് 2a ആണെന്ന് നമ്മൾ കഴിഞ്ഞ പഠിച്ചല്ലോ ഡൈപോൾ പഠിച്ചപ്പോൾ ഇത് a ഇത് a. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സൗത്ത് പോളിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ വരെ ആറാണെന്ന് നമുക്കറിയാം. ഈ പോയിന്റ് വരെ ഇത് a അല്ലേ, ഇത് a. ഇങ്ങോട്ട് എത്തുമ്പോഴല്ലേ നമുക്ക് വേണ്ടത്. അപ്പം a പ്ലസ് r, അതാണ് r പ്ലസ് a ഹോൾ സ്ക്വയർ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണെങ്കിൽ ഈ ഒരു പോയിന്റ് എൻ്റെയിൽ നിന്ന് ബിയിലേക്കുള്ളതാണെങ്കിൽ ടോട്ടൽ ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് ഇതുവരെ ആറാണ്. ഈ ചെറിയ ഡിസ്റ്റൻസ് ചെയ്യണം. ഇത് സബ്ട്രാക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് r മൈനസ് a എടുത്തത്. അല്ല എടാ, മനസ്സിലായോ? കിട്ടിയല്ലോ, അച്ഛൻ്റെ കിട്ടുന്നുണ്ടല്ലോ. ഡെറിവേഷൻ കിട്ടിയോ? സെയിം തന്നെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ചെയ്ത സെയിം തന്നെയാണ്. ഡെറിവേഷൻ പഠിക്കാനില്ല, എന്നാലും ജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ആ ഇക്വേഷൻ ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. ഡിവൈഡഡ് ബൈ ഇത് നോക്കിക്കേ, ആർ സ്ക്വയർ എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആറിനെ വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ ഭയങ്കര ചെറുതായില്ലേ. എ എന്ന് പറയുന്നത് ഇത്രയല്ലേ ഉള്ളൂ ആറിനെ വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ. അതുകൊണ്ട് നമുക്ക് എ സ്ക്വയറിനെ എന്ത് ചെയ്യാം, നെഗ്ലെക്ട് ചെയ്യാം. ഓക്കെ, നെഗ്ലെക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ഒരു ഡൈപോൾ കിട്ടും. അവിടെ എടുക്കാൻ ഉള്ളത് ഇവിടെ നോക്കിക്കേ, എ സ്ക്വയർ പോയി. എ സ്ക്വയർ പോയിട്ടുണ്ടെങ്കിൽ ബാക്കി എന്താ ഉള്ളത്? ആർ സ്ക്വയർ റൈസ് ടു 2. ഇപ്പം എന്ത് വന്ന് ആർ റൈസ് ടു 4. ഇനി നോക്കിക്കേ, 2a into qm. 2a into qm എന്താ? m. ഇത് k, ഒരു qm നോട്ട് ഉണ്ട്, പിന്നെ m. ബാക്കിയുള്ളത് 2r ഡിവൈഡഡ് ബൈ r റൈസ് ടു 4. ഓക്കെ, ഇനി നോക്കിക്കേ, r റൈസ് ടു 4 r പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് r ക്യൂബ്. k qm നോട്ട് m r ക്യൂബ്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് എന്താണ്? നെറ്റ് ഫോഴ്സ് അല്ലേ കണ്ടുപിടിച്ചേക്കണത്? നെറ്റ് ഫോഴ്സ് അല്ലേ കണ്ടുപിടിച്ചേക്കണത്? ഓക്കെ, നെറ്റ് ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിച്ചത്. നമുക്ക് വേണ്ടത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ആണ് വേണ്ടത്. ഓക്കെ, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ F is equal to QE എന്ന് പറഞ്ഞ് പഠിച്ചു. ഓക്കെ, QE എന്ന് പറഞ്ഞ് പഠിച്ചു. ഫോഴ്സിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് പഠിച്ചത്? F equal to QE. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? F equal to QM. ഇക്ക് വരെ എന്ത് കൊടുക്കാം? ഇക്ക് ഇലക്ട്രിക് ഫീൽഡ് വരെ ഇവിടെ എന്താ വരുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് B. മനസ്സിലായോ? മാഗ്നറ്റിക് ഫീൽഡ് B. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് B equal to QM by F. ഓക്കെ, അപ്പൊ ഈ QM നോട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് എന്താ ഉള്ളത്? 2km by r cube. ഓക്കെ, മനസ്സിലായോ? 2km by r cube. മനസ്സിലായോ? അച്ഛൻ്റെ എഴുതുന്നുണ്ടോ? ലാസ്റ്റ് എഫ്. അതെന്ന് വെച്ചാൽ നമ്മൾ F equal to QE എന്നല്ലേ പഠിക്കുന്നത്. നമുക്ക് ഇവിടെ വേണ്ടത് മാഗ്നറ്റിക്
മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ കണ്ടുപിടിക്കണം. നമ്മൾ എഫിന്റെ ഇക്വേഷനാണ് കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പോൾ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ QM B പോൾ സ്ട്രെങ്ത് ഇൻറ്റു B മാഗ്നറ്റിക് ഫീൽഡ്. നമുക്ക് ഇവിടെ വേണ്ടത് B ആണ്. അപ്പോൾ B എന്ന് പറയുന്ന ഇക്വേഷൻ എങ്ങനെ വരും? QM0/F. മനസ്സിലായി? അതിൽ നിന്ന് നോക്കിയാൽ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നോക്കിയാൽ QM/F. അപ്പോൾ ആ QM വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി ഒന്നും എഴുതിയാൽ മതി. നിങ്ങൾ ഇക്വേഷൻ മാത്രം നന്നായിട്ട് പഠിക്കണം കേട്ടോ. നിങ്ങൾ ഡെറിവേഷൻ വലുതായിട്ട് നമ്മുടെ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. അനന്ത് എഴുതിയാ ഇക്വേഷൻ ഒന്ന് ബോക്സ് ചെയ്ത് വെക്കട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. ഡെറിവേഷൻ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾ. ഇക്വേഷൻ അത് കോഴ്സിൽ പറയും. ഇത് വേണ്ട, ഇത് ജസ്റ്റ് ഞാൻ കമ്പയർ ചെയ്ത് പറയാം. അപ്പോൾ B അത് തിരിഞ്ഞു പോയി നന്നായിട്ട് എഴുതിയ ഓക്കെ. അടുത്തേക്ക് പോകാം. മാഗ്നറ്റിക് ഫീൽഡിന്റെ പോയിന്റ് ഔട്ട് ഇക്വേഷൻ. ആ ഇക്വേഷൻ ബോക്സ് ചെയ്തിട്ടാ നേരത്തെ പഠിച്ച ഇക്വേഷൻ ഇപ്പൊ എഴുതിയാ ഇക്വേഷൻ. സൗത്ത് പോളും നോർത്ത് പോളും വരച്ച് ഇക്വറ്റോറിയൽ എന്ന് പറയുമ്പോൾ പോയിന്റ് എവിടെ വരും? ഇക്വറ്റോറിയൽ 2A എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കട്ടെ, ഫിഗർ ഒന്ന് ശ്രദ്ധിക്കണേ. അത് നേരത്തെ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുന്നത് 2A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വറ്റോറിയൽ എന്ന് പറയുമ്പോൾ പോയിന്റ് ഇവിടെ വരും. ഇതിന്റെ സെന്ററിൽ നിന്ന്, അതായത് മാഗ്നറ്റിന്റെ സെന്ററിൽ നിന്ന് പോയിന്റ് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്താണ് എടുക്കുന്നത്? പറഞ്ഞേ 6. ഓക്കെ. ഇവിടെ ഞാനൊരു നോർത്ത് പോൾ കൺസിഡർ ചെയ്യും. ഇവിടെയാണെങ്കിൽ നോർത്ത് പോളും തമ്മിൽ എന്താ ഉണ്ടാവുന്നത്? റിപ്പൽഷൻ. റിപ്പൽ ചെയ്ത് പോകും. അട്രാക്ട് ആയിരിക്കും. ഇത് തമ്മിൽ അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ റിപ്പൽ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് ഇതാ റിപ്പൽ ചെയ്ത ആ ഡയറക്ഷനിൽ പോയി. ഇനി ഇത് തമ്മിൽ ഒരു നോർത്ത് പോളും സൗത്ത് പോളും, അപ്പൊ ഇവിടെ എന്താ ഉണ്ടാവും? അട്രാക്ഷൻ. അപ്പൊ ഇത് തമ്മിൽ അട്രാക്ഷൻ ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ പറയാം. ഓക്കെ. ഇനി നമുക്ക് FS FN വേണം. നേരത്തെ എഴുതിയ പോലെ FS equal to mu0/4 ഇലക്ട്രിക് ഫീൽഡിന്റെ പോയിന്റ് എന്താ നമ്മൾ പഠിച്ചത്? ഇലക്ട്രിക് ഫീൽഡ് പോയിന്റ് ആണ് നമ്മൾ എന്താ പഠിച്ചത്? ഇതിന് ഓർമ്മ ഉണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് പോയിന്റ് ആണ് നമ്മൾ എന്താ പഠിച്ചത്? 1/4πε0 q/r². അതുപോലെ തന്നെ ഒരു പോയിന്റ് ചാർജിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെ വരും? mu0/4π q/r² വരും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എടുക്കാം q/r² പറഞ്ഞേക്കോ qm r² എന്ന് എടുക്കണേ. r² എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? നോർത്ത് പോളിൽ നിന്ന് ഈ പോയിന്റ് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ r² എന്ന് പറയുന്നത്. നോർത്ത് പോയിന്റ് നിന്ന് ഈ പോയിന്റ് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞേ. നോർത്ത് പോളിൽ നിന്ന് പോയിന്റ് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ഇത് a ആണ്, ഇത് r ആണെങ്കിൽ ഇവിടെ എങ്ങനെ വരും? √r² + a². നമുക്ക് ഇത് എങ്ങനെ എഴുതാം? f equal to k into qm/√r² + a² the whole square. ഓക്കെ. ഇനി അടുത്തത് fn. fn ആയാലും എന്ത് തന്നെ വരുള്ളൂ? mu0/4π qm/. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ത് തന്നെ? സൗത്ത് പോളിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ത് തന്നെ വരുള്ളൂ? ഗൗരി പറഞ്ഞേ. സൗത്ത് പോളിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ഡിസ്റ്റൻസ് എന്ത് വരും? √r² + a². ഇത് എങ്ങനെയാ വന്നത് മനസ്സിലായില്ല?
നെറ്റ് നമ്മൾ കണ്ടിരുന്നത് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് ഡയറക്ഷനിലാണ് പോകുന്നത്. അങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം അവിടെ? റിസോൾവ് ചെയ്യണ്ടേ? റിസൾട്ടന്റ് ഉണ്ടെങ്കിൽ റിസോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കമ്പോണന്റ് കൺസിഡർ ചെയ്യാം. ഇതിനെ നമുക്ക് റിസോൾവ് ചെയ്യാനാണെങ്കിൽ ഇതെന്ന് പറയുന്നത് FN നമുക്ക് റിസോൾവ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ഒരു കമ്പോണന്റ് വരും, ഇവിടെ ഒരു കമ്പോണന്റ് വരും. ഇതിനെ നമുക്ക് എന്തെടുക്കാം? FN cos തീറ്റ, FN sin തീറ്റ. ഇനി ഈ കമ്പോണന്റ് റിസോൾവ് ചെയ്യുമ്പോൾ FN sin തീറ്റ, FN cos തീറ്റ, FN sin തീറ്റ. ഇവിടെ ഇപ്പോൾ ആംഗിൾ അപ്പോൾ തീറ്റ അപ്പോൾ ഏതെടുക്കും? തീറ്റ ഈ ഒരു പ്ലെയിനിൽ ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ, ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതെന്താ അങ്ങനെ എടുക്കാൻ പറഞ്ഞു? ഏത് ഇതാ? അതായത് തീറ്റ നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ അതും മേലുള്ള എഫ്എസ് ഇവിടെ തീറ്റ വരും, അവിടെ ഇവിടെ വരും, ഇവിടെ വരും. മറ്റേതിൽ ചെയ്തതുപോലെ തന്നെ ഇൻക്ലൈൻഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഒരു ആംഗിൾ വരുമല്ലോ സർഫസിൽ. ജസ്റ്റ് വരച്ച് വെച്ചിട്ടൊന്ന് നോക്കിക്കോ. അഥവാ സ്കൂളിൽ പഠിപ്പിക്കുകയാണെങ്കിൽ ഡെറിവേഷൻ നോക്കി പോയാൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് ഫൈനൽ ഇക്വേഷൻ നമുക്ക് നോക്കിയാൽ മതി. റിസോൾവ് ചെയ്തേ കിട്ടണം അങ്ങനെയാണ് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. റിസോൾവ് ചെയ്യും. ഏതാടാ? ഇതല്ലേ? ക്യാൻസൽ ആയി പോകും. ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? FN cos തീറ്റ, FS cos തീറ്റ. FN cos തീറ്റ പ്ലസ് FS cos തീറ്റ. ഓക്കെ, നമുക്ക് FN FS വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. u0/4 qm ഡിവൈഡഡ് ബൈ ഇത് r² പ്ലസ് സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് പോകും? റൂട്ട് പോകും. r² പ്ലസ് a² cos തീറ്റ പ്ലസ് FS എന്താണ്? u0/2 cos തീറ്റ വരും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 2 cos തീറ്റ വരും. നെറ്റ് കണ്ടുപിടിക്കാൻ നെറ്റ് കോസ് കണ്ടുപിടിക്കണ്ടേ? നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ. പക്ഷെ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ റിസൾട്ടന്റ് കണ്ടുപിടിച്ചത്. മനസ്സിലായോ? അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും 2 cos തീറ്റ നെറ്റ് കോസ് കണ്ടുപിടിക്കും. u0/4 qm ഡിവൈഡഡ് ബൈ സ്ക്വയർ പോയിട്ടുണ്ടെങ്കിൽ r² പ്ലസ് a² cos തീറ്റ. ഇത് നമുക്ക് കോമൺ ആയിട്ടുള്ളത് നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. k qm ബൈ r² പ്ലസ് a². പിന്നെ ബാക്കിയുള്ളത് cos തീറ്റ 2 cos തീറ്റ വരും. 2 cos തീറ്റ. മനസ്സിലായോ? ഈ cos തീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ച് cos തീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. cos തീറ്റയുടെ വാല്യൂ ഇവിടെ തീറ്റ എടുത്താൽ മതി. സെയിം തന്നെ വ്യത്യാസമൊന്നുമില്ല. അഥവാ ഡെറിവേഷൻ വന്നാലും ചെയ്യാൻ റെഡി ആയിരിക്കാം. സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. മാഷിന് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അഡ്ജസ്റ്റ്മെന്റ്
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. UK into QM R square plus A square cos theta. Cos theta എങ്ങനെ ഒരു adjacent side by hypotenuse A by root of R square plus A square. 2A into QM എന്താ? 2A into QM M. നമുക്ക് എഴുതാം KM by ഇത് നോക്കിക്കേ R square plus A square into റൂട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് R square plus A square 1/2. അപ്പോൾ എങ്ങനെ വരും? 3/2 അല്ലേ? R square plus A square raised to 3/2. A square നമുക്ക് നെഗ്ലെക്ട് ചെയ്യാം. A ആറിനേക്കാളും ചെറുതായതുകൊണ്ട് നമുക്ക് A square നെഗ്ലെക്ട് ചെയ്യാം. A square പോയിട്ടുണ്ടെങ്കിൽ ബാക്കി എന്താ വരുന്നത്? KM by R cube. ഓക്കെ, മൈനസ് സൈൻ ഇട്ട് കൊടുത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡൈപോളിന്റെ ഡയറക്ഷൻ സൗത്ത് ടു നോർത്ത് ആണ്. പക്ഷെ നമ്മൾ നെറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ നെറ്റിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാ പോയത്. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നമുക്ക് നെറ്റ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് ഒരു മൈനസ് ഇട്ട് കൊടുക്കാം. മറ്റേത് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. വേറെ വ്യത്യാസമൊന്നുമില്ല. ജസ്റ്റ് ഈ വരുന്ന സ്ഥലത്ത് പി വരുന്ന സ്ഥലത്ത് എമ്മും പിയും വരുന്നു. അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം തന്നെ. അതാ ഞാൻ പറഞ്ഞ ആ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിയാം. അത് തന്നെ വന്നത് കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ നന്ദി കഴിഞ്ഞാൽ അനന്ത് എഴുതിയായിരുന്ന ആ ഇക്വേഷൻ ഒന്ന് ബോക്സ് ചെയ്ത് വെച്ചേക്കട്ടെ. ബാക്കി ഡെറിവേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എഴുതിയെടുത്തേക്ക് ഡെറിവേഷൻ ആവശ്യമില്ല, എന്നാലും എഴുതിയെടുത്തേക്ക്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇക്വേഷൻ ഒന്ന് ബോക്സ് ചെയ്ത് വെച്ചേക്കട്ടെ. ഫൈനൽ ഇക്വേഷൻ dipole in a magnetic field. North on a magnetic dipole in a magnetic field. ഇതും അതുപോലെ തന്നെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മൾ എന്ത് വെച്ച് കൊടുക്കാൻ പോണേ? ഒരു മാഗ്നറ്റിക് ഡൈപോൾ. ഡൈപോൾ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ എങ്ങനെ വരും? സൗത്ത് ടു നോർത്ത്. സൗത്ത് ടു നോർത്ത്. ഇതിന്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 2a. ഓക്കെ, നോർത്ത് പോൾ ആണെങ്കിൽ നോർത്ത് പോൾ എങ്ങോട്ടായിരിക്കും പോകുന്നത്? അട്രാക്ട് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ നോർത്ത് പോൾ ടു സൗത്ത് പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നോർത്ത് പോൾ ആണെങ്കിൽ അട്രാക്ട് ചെയ്യുന്നത് സൗത്ത് പോളിലേക്കായിരിക്കും. ഇത് സൗത്ത് പോൾ ആകുമ്പോൾ ഇത് അട്രാക്ട് ചെയ്യുന്നത് നോർത്ത് പോളിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പോഴത്തേക്കും ഈ ഒരു ഡൈപോൾ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ ഇതിന് എന്ത് എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത്? ലീനിയർ മൂവ്മെന്റ് ഉണ്ടാവില്ല. ഇങ്ങനെ ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ? ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചപ്പോൾ പറഞ്ഞു തന്നായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണെങ്കിൽ ലീനിയർ മൂവ്മെന്റ് ഉണ്ടാവില്ല. പകരം ഇത് റൊട്ടേറ്റ് ചെയ്യാനായിരിക്കും നോക്കണം. റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ് നമ്മൾ പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇവിടെ ഇതിന് എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലായിരിക്കും. ഇതിനൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഈ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സിനെ നമ്മൾ പറയുന്നത് ടോർക്ക്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. F ഈക്വൽ ടു എങ്ങനെ വരും? qm ഇൻറ്റു p. ഇതാണ് നമ്മൾ ഫോഴ്സിന്റെ ഇക്വേഷൻ പഠിച്ചത്. ഇനി നമുക്ക് എഴുതാം ടോർക്ക്. ഫോഴ്സ് വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് റൊട്ടേറ്റ് ചെയ്യും. ഒരു യൂണിഫോം നമ്മൾ ശ്രദ്ധിച്ചോട്ടെ. ഓൺലൈനിൽ ഇരുന്നാൽ ശ്രദ്ധിക്കണേ. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു ഡൈപോൾ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഡൈപോൾ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിന്റെ ഡയറക്ഷൻ, ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും, ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. കാരണം സൗത്ത് നോർത്തിലേക്കും നോർത്ത് സൗത്തിലേക്കും അട്രാക്ട് ചെയ്യും. അപ്പൊ ഇതിന് ലീനിയർ മൂവ്മെന്റ് ഉണ്ടാവില്ല, പകരം റൊട്ടേഷൻ ആണ് വരുന്നത്. ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എന്ത് വരും? റൊട്ടേഷൻ വരും. റൊട്ടേഷൻ എഫക്റ്റ് വരുമ്പോൾ നമുക്ക് ടോർക്ക് വരും. ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതാണ് നമ്മുടെ ടോർക്കിന്റെ ഇക്വേഷൻ പഠിക്കുന്നത്. ഇവിടുത്തെ ഫോഴ്സ് എന്താണ്? F ഈക്വൽ ടു, നേരത്തെ നമ്മുടെ F ഈക്വൽ ടു q സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇലക്ട്രിക് ഫീൽഡിൽ. ഇവിടെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? F ഈക്വൽ ടു qm p. qm
പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഏതാ? ഈ ഒരു ഡിസ്റ്റൻസ് ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ എ ബി എന്ന് പറഞ്ഞ കൊടുത്തേക്കണം. ഇവിടെ നമുക്ക് സൈൻ തീറ്റ എടുക്കാം. സൈൻ തീറ്റ എടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുമല്ലോ. സൈൻ തീറ്റ ഈക്വൽ ടു sin theta equal to opposite side by hypotenuse. So AB equal to 2A sin theta. 2A sin theta. Okay. QM into A and the QM into 2A and the M. So MB sin theta. നോക്കിയാൽ നമ്മൾ ആ കമ്പാരിസണിൽ എഴുതി വെച്ച ഇക്വേഷൻ എല്ലാം കിട്ടുന്നില്ലേ? ഇപ്പോൾ ആക്ച്വലി കണ്ടുപിടിച്ച് ഇക്വേറ്റോറിയൽ കണ്ടുപിടിച്ച് ഇപ്പൊ MB sin theta അനന്തന് കിട്ടിയ ഡോർക്കിന്റെ ഇക്വേഷൻ കിട്ടിയ ഡോ ഈക്വൽ ടു MB sin theta. നേരത്തെ നമ്മൾ ഫസ്റ്റ് കമ്പയർ ചെയ്ത് എഴുതിയില്ല, അത് തന്നെ ഞാൻ ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് എങ്ങനെ വന്നെന്ന് മനസ്സിലാവാൻ വേണ്ടി കാണിക്കുന്നതാണ്. ഇക്വേഷൻ നോക്കി വെച്ചോട്ടെ. ഡോ ഈക്വൽ ടു MB sin theta or ഡോ ഈക്വൽ ടു M cross B. ഇനി ഇതിന്റെ വാല്യൂസ് കൂടി നോട്ട് ചെയ്ത് വെച്ചോ. തീറ്റ ഈക്വൽ ടു 0, തീറ്റ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഡോ ഈക്വൽ ടു 0 stable equilibrium, stable condition of theta equal to 180 unstable, theta equal to 90 maximum. ഇത് നോക്കി വെച്ചോളാം. മാക്സിമം ആവുന്നത് മിനിമം ആവുമ്പോൾ എപ്പോഴാണ്? ബോക്സ് ചെയ്തോട്ടാ. കമ്പയർ ചെയ്യുന്നതെല്ലാം ഒന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. എങ്ങനെ വന്നത് കാണിച്ചു തരുന്നേ ഉള്ളൂ. അൺസ്റ്റേബിൾ ആവും. 0 180 വരുമ്പോഴത്തേക്ക് കണ്ടീഷൻ അൺസ്റ്റേബിൾ ആവും. അവിടെ മൈനസ് ക്യൂ പ്ലസ് ക്യൂ ഇടുന്ന സ്ഥലത്തല്ലേ ഇവിടെ എന്തിട്ട് കൊടുക്കുക? എസും എന്നും സൗത്തും നോർത്തും ഇട്ട് കൊടുക്കുക. അത്രേ വ്യത്യാസമുള്ളൂ. ആ ചാപ്റ്റർ തീരുമ്പോൾ തന്നെ ഇത് തീരും. ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് നോക്കാം. Potential energy on a magnetic dipole in a magnetic field. Potential energy എന്ന് പറഞ്ഞാൽ എന്താ? എനർജി എന്താ? able to do work. അപ്പോൾ വർക്ക് ഡൺ കണ്ടുപിടിച്ചാൽ മതിയില്ലേ? വർക്ക് ഡൺ നമ്മൾ ചെറിയ വർക്ക് ഡൺ കൺസിഡർ ചെയ്യുക. dW equal to integral of tau d theta. Okay, tau d theta വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ വർക്ക് ഡൺ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു ചെറിയ വർക്ക് ഡൺ കൺസിഡർ ചെയ്യണേന് സെയിം കൺസെപ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഫിഗർ വെച്ച് കറക്റ്റ് ആയിട്ട് പറയാത്തത്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു തന്നതാണ്. ഇന്റഗ്രൽ വർക്ക് ഡൺ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? able to do work. അപ്പൊ നമ്മൾ അവിടെ എന്ത് കണ്ടുപിടിക്കണം? വർക്ക് ഡൺ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മളൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഡൈപോൾ കൺസിഡർ ചെയ്ത് അതിനെങ്ങനെയാ ടോർക്ക് വരുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ഈ വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആ കിട്ടിയ ടോർക്കിനെ ജസ്റ്റ് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വർക്ക് ഡൺ കിട്ടും. ഇവിടെ നമ്മളൊരു ചെറിയ വർക്ക് ഡൺ DW കൺസിഡർ ചെയ്ത് DW ഈക്വൽ ടു വർക്ക് ഡൺ നമുക്ക് θ1 to θ2. θ1 θ2 എന്താ? അത് റൊട്ടേറ്റ് ചെയ്യില്ല ആംഗിൾ. റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിളാണ് നമ്മൾ θ1 to θ2 എന്ന് കൺസിഡർ ചെയ്തേക്കുന്നത്. ഇന്റഗ്രൽ ഓഫ് DW ഈക്വൽ ടു ടോ എന്താ ഇപ്പൊ പഠിച്ച? MB sin θ. MB sin
ഓക്കെ വിത്ത് റെസ്പെക്ട് ടു ഡി തീറ്റ. അൻദുവിന് ബോർഡ് ക്ലിയർ ആണോ? സൗരഭിന് ക്ലിയർ ആണോ? ഓക്കെ വിഷയം എഴുതുന്നുണ്ടോ? ഓക്കെ അപ്പൊ വർക്ക് ഡൺ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് തീറ്റ 1 ടു തീറ്റ ടു mb sin തീറ്റ d തീറ്റ. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു d തീറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇന്റഗ്രേഷൻ പഠിക്കാത്തതുകൊണ്ടാണ് എത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. തീറ്റ ഈ ഒരു ടേമിൽ തീറ്റ എവിടെയുണ്ടോ ആളെ മാത്രം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, ബാക്കിയുള്ളവരെല്ലാം കോൺസ്റ്റന്റ് ആക്കി പുറത്തേക്ക് നിർത്തും. ഓക്കെ ഇപ്പൊ ഇവിടെ നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ വേറെ എന്തെങ്കിലും ഇപ്പൊ എക്സ് ആണ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ എക്സിന്റെ ടേം ഉണ്ടെങ്കിൽ മാത്രം അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, അല്ലാത്തവരെല്ലാം എന്താണ് കോൺസ്റ്റന്റ് ആക്കി പുറത്തേക്ക് നിർത്തുക. അപ്പൊ നമുക്കിപ്പോ ഡി തീറ്റ ആണ് വേണ്ടത്. സോ എമ്മും ബിയും നമുക്ക് കോൺസ്റ്റന്റ് ആക്കി പുറത്തേക്കിടാം. എം ബി ഇന്റഗ്രൽ ഓഫ് തീറ്റ 1 ടു തീറ്റ ടു സൈൻ തീറ്റ. സൈൻ തീറ്റയുടെ ഇന്റഗ്രൽ എന്താണെന്ന് അറിയോ? സൈൻ തീറ്റയുടെ ഇന്റഗ്രൽ എന്താ അറിയോ? മൈനസ് കോസ് തീറ്റ. ഇന്റഗ്രൽ ഓഫ് സൈൻ തീറ്റ ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ. ഇന്റഗ്രൽ ഓഫ് സൈൻ തീറ്റ ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ. എം ബി ഇന്റഗ്രൽ കണ്ടുപിടിച്ച ഇന്റഗ്രൽ മൈനസ് കോസ് തീറ്റ. ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഓർമ്മയുണ്ട്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. എങ്ങനെ കൊടുക്കാം? എം ബി മൈനസ് എം ബി. ഫസ്റ്റത്തത് അപ്പർ ലിമിറ്റ് ഏതാണ്? മനസ്സിലായി? അപ്പർ ലിമിറ്റ് ഏതാണ്? തീറ്റ 2 കോസ് തീറ്റ 2 മൈനസ് കോസ് തീറ്റ 1. ഓക്കെ ഇതിനെ എങ്ങനെ എഴുതാം? എം ബി കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. ഇതല്ലേ ഇവിടെ എഴുതേണ്ടതല്ലേ? ഇവിടെ ഇവിടെ ലിമിറ്റ് കൊടുക്കണേന്നല്ലേ? ഓക്കെ എം ബി കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. അപ്പൊ നമുക്ക് വർക്ക് ഡൺ കിട്ടി. വർക്ക് ഡൺ ആണ് എന്തായിട്ട് സ്റ്റോർ ആവുന്നത്? വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി. സോ യു ഈക്വൽ ടു മൈനസ് എം ബി. അടുത്ത ഇക്വേഷൻ കിട്ടി. യു ഈക്വൽ ടു അത് സൈൻ തീറ്റ ഡബ്ല്യു എന്താ യു ആയിരുന്നു. വർക്ക് ഡൺ ആണ് എന്തായിട്ട് സ്റ്റോർ ആകുന്നത്? പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ വർക്ക് ഡൺ ഇക്വേഷൻ ഇവിടെ വരെ കഴിഞ്ഞു. ഇനി വർക്ക് ഡൺ തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആകുന്നത്. യൂണിറ്റ് ഇക്വേഷൻ അത് തന്നെ. വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി. കഴിഞ്ഞ magnet as an equivalent solid weight. ചെറിയ ടോപ്പിക്. ബാർ മാഗ്നറ്റ് ആസ് ആൻ ഇക്വലന്റ് സോളിഡ് വെയിറ്റ്. ഓക്കെ അപ്പൊ നമുക്കിവിടെ ഒരു സോളിനോയിഡ് കൺസിഡർ ചെയ്യാം. ബാർ മാഗ്നറ്റ് ഒരു സോളിനോയിഡിന് ഇക്വലന്റ് ആണെന്ന് കാണിക്കാം. നമുക്കൊരു സോളിനോയിഡ് കൺസിഡർ ചെയ്യാം. കൺസിഡർ എ സോളിനോയിഡ് ഓഫ് ലെങ്ത് 2l. നമ്മൾ ആക്സിസ് ആയിട്ട് നോക്കാനാണെങ്കിൽ ഇതിപ്പോ ഒരു ഗ്രാഫായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാണെങ്കിൽ ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ 2l നമുക്ക് ഇത് പ്ലസ് എല്ലും ഇങ്ങോട്ടുള്ളത് മൈനസ് എല്ലും അത് ജസ്റ്റ് അങ്ങനെ കൺസിഡർ ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അത് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ മാത്രം മതി. ലിമിറ്റ് കൊടുക്കുന്നത് മതി 2l. ഓക്കെ ഇതിന്റെ റേഡിയസ് സോളിനോയിഡ് ഓഫ് റേഡിയസ് a. സോളിനോയിഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞാൽ തരാം. സോളിനോയിഡ് എന്തില്ല? സോളിനോയിഡ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവില്ലേ? കുറേ ടേൺസ് ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ n. ഓക്കെ ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതിന്റെ ഈ ഒരു എൻഡിലായിട്ട് ഒരു ആക്സിസിലായിട്ട് ഒരു പോയിന്റ് ബി കണ്ടുപിടിച്ച് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ്
ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് 6 ആയിട്ട് എടുക്കാം. അത് എപ്പോഴായാലും സെന്ററിൽ നിന്ന് പോയിന്റ് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ത് തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും. അപ്പൊ സെന്ററിൽ നിന്ന് പോയിന്റ് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് 6 ആയിട്ട് എടുക്കും. ഓക്കെ, ഇനി നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കുന്നത്. ഈ ബാർ മാഗ്നറ്റ് സോളിനോയിഡ് ഇക്വലന്റ് ആണെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ലെങ്ത് എലമെന്റ് കൺസിഡർ ചെയ്യണേ. ചെറിയൊരു എലമെന്റ് കൺസിഡർ ചെയ്ത് അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. ചെറിയൊരു എലമെന്റ് ഇവിടെ കൺസിഡർ ചെയ്യണം. ഈ എലമെന്റിന്റെ സെന്ററിൽ നിന്നുള്ള ലെങ്ത് ഞാൻ x ആയിട്ട് എടുക്കണേണ്ട. ഇവിടെ നിന്ന് ഇതിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് x ആയിട്ട് എടുക്കും. അപ്പൊ ശ്രദ്ധിക്കണം, ഫസ്റ്റ് നമ്മളൊരു സോളിനോയിഡ് കൺസിഡർ ചെയ്തു. അതിന്റെ ലെങ്ത് 12 ആണ്. ഇതൊരു ശ്രദ്ധിച്ചേ, ലെങ്ത് 12 ആണ്, റേഡിയസ് a. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ്, സോളിനോയിഡ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ ടേൺസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ നമ്പർ ഓഫ് ടേൺസ് ഞാൻ ക്യാപിറ്റൽ N ആയിട്ട് എടുത്ത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഈക്വൽ ടു സ്മോൾ ലെറ്റർ n. ഓക്കെ, ആ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി സെന്ററിൽ നിന്ന് പോയിന്റ് P വരെയുള്ള ഡിസ്റ്റൻസ് എന്തായിട്ട് എടുത്ത് 6 ആയിട്ട് എടുത്തു. ഓക്കെ, ഇനി നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു എലമെന്റ് കൺസിഡർ ചെയ്ത് ആ എലമെന്റിന്റെ ലെങ്ത് കണ്ടുപിടിച്ച് ഇതിന്റെ ഡിസ്റ്റൻസ്, അതായത് ഈ എലമെന്റിൽ നിന്ന് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സും ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഈ കണ്ടുപിടിച്ച ചെറിയ എലമെന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് dx ആയിട്ട് എടുത്തു. ഓക്കെ, ഈ കണ്ടുപിടിച്ച ഈ എലമെന്റ്, ചെറിയൊരു എലമെന്റ്, ആ എലമെന്റിന്റെ ലെങ്ത് dx ആയിട്ട് എടുത്തു. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ഒരെണ്ണം പഠിച്ചായിരുന്നു, മാഗ്നറ്റിക് ഫീൽഡ്, സർക്കുലർ കോയിൽ കൊണ്ട് ഉണ്ടാകുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് പഠിച്ചായിരുന്നു. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു സർക്കുലർ കോയിൽ, മൂവിംഗ് ചാർജസിൽ പഠിച്ചതായിരുന്നു. ഓർമ്മയുണ്ട, ഫസ്റ്റ് ഒരു ഡെറിവേഷൻ പഠിച്ചതായിരുന്നു. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു സർക്കുലർ കോയിൽ. ആ ഇക്വേഷൻ കണ്ടാൽ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. V equal to μ0 NiA² divided by 2 into R² plus A² raised to 3/2. അങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? ഇതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്, ഞാൻ പറഞ്ഞ ചെറിയൊരു എലമെന്റ് ആണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡ് dB, ഇന്റഗ്രൽ ഓഫ് dB equal to ഇന്റഗ്രൽ ഓഫ്, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത ആൻസർ കിട്ടും μ0 NiA² divided by 2 into R² plus A². ഈ മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടിക്കൊള്ളും. ഓക്കെ, അല്ലല്ല, അത് നമ്മൾ ഇതിന്റെ ഉള്ളിലൊരു ചെറിയൊരു എലമെന്റ്, ഭയങ്കര ചെറിയൊരു എലമെന്റ് കൺസിഡർ ചെയ്ത് അതിന്റെ ലെങ്ത് ഞാനിപ്പോൾ dx തൽക്കാലം എടുത്തു, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? n ഈക്വൽ ടു ക്യാപിറ്റൽ N ഈക്വൽ ടു ഇതിന് നമുക്ക് n ഇൻറ്റു L എന്ന് കൊടുക്കാമല്ലോ. ഓക്കെ, അതിന് നമുക്ക് L, ആ എലമെന്റിന്റെ ലെങ്ത് ഞാൻ എങ്ങനെ കൊടുത്തേക്കുന്നത്? dx. അപ്പോൾ n ഇൻറ്റു dx, n dx എന്ന് പറഞ്ഞാൽ കൊടുക്കാം. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇന്റഗ്രൽ μ0 n dx IA² divided by 2 into A² plus R². ഇതൊന്ന് നോക്കിക്കേ, ഈ എലമെന്റിൽ നിന്ന് ഈ പോയിന്റ്, ഈ എലമെന്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നത്. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നത്. അപ്പൊ ഈ എലമെന്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും വരുന്നത്? ഇത് ടോട്ടൽ R ആണ്, ഇത് x ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? R minus x the whole square raised to 3/2. വേറെ എഴുതിക്കേ, എഴുതി പറ്റുമോ? ഓക്കെ, ഇനി നോക്കിക്കേ, വിത്ത് റെസ്പെക്ട് ടു നമ്മൾ എന്ത് വെച്ചാൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ d θ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എന്താ ഉള്ളത്? dx. അപ്പോൾ dx കൊണ്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് x വെച്ചുള്ള ടേംസ് മാത്രം മതി. ബാക്കിയുള്ള ടേംസ് എല്ലാം എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇന്റഗ്രൽ db, dbയുടെ ഇന്റഗ്രൽ എന്തായി? b ഈക്വൽ ടു ഇത് വരും μ0 n. ബാക്കി ഏതൊക്കെ കോൺസ്റ്റന്റ് ടേംസ്? ഇവിടെ എല്ലാം കോൺസ്റ്റന്റ് അല്ലേ? x ഉള്ള ടേം ഇത് മാത്രമല്ലേ dx. ni
സ്ക്വയർ ബൈ 2 ഇന്റഗ്രൽ ഓഫ് ഇവിടെ എക്സിന്റെ ടേം ഉണ്ട് dx ബൈ a സ്ക്വയർ പ്ലസ് r മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ റേസ് ടു 3/2. ഏതാണ് ഈ a സ്ക്വയർ ഇത് കറക്റ്റ് ആയിട്ടാണ് റേസ് ടു 3/2 ഒക്കെയാണ്. അതുമല്ല നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം. ഈ എയും ആറും അതിൻ്റെ പറഞ്ഞു എയും എക്സും ആറിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് ചെറുതല്ലേ, അതുകൊണ്ട് ആ എയും എക്സും നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്ട് ചെയ്യും. ഇത് വായിച്ചോട്ടെ, ഇതൊരു എഴുതിയ അത് രണ്ട് നെഗ്ലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി എങ്ങനെ വരും? d ഈക്വൽ ടു μ0 ni a സ്ക്വയർ ബൈ 2 ബാക്കിയുള്ളത് dx ഡിവൈഡഡ് ബൈ ഇവിടെ r സ്ക്വയറും പോയി x സ്ക്വയറും സോറി a സ്ക്വയറും പോയി r സ്ക്വയറും പോയി ബാക്കിയുള്ളത് x സ്ക്വയർ റേസ് ടു 3/2. അപ്പോൾ x സ്ക്വയർ റേസ് ടു 2 പോയിട്ടുണ്ടെങ്കിൽ ബാക്കി എന്ത് വരും? എന്ത് വരും ബാക്കി? r ക്യൂബ്. എയും എക്സും അല്ലേ, സോറി ഞാൻ പെട്ടെന്ന് മാറിപ്പോയി. എയും എക്സും അല്ലേ ആറിനേക്കാളും ചെറുത്, ആർ എത്രയും വലുത്. ഓക്കെ, എയും എക്സും അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ചെറുതായതുകൊണ്ട് നമുക്ക് എ ലെസ് ദാൻ ആർ, എക്സ് ലെസ് ദാൻ ആർ ക്യൂബ് 0 ni a സ്ക്വയർ ബൈ 2. ഇവിടെ നോക്കി ഇവിടെ ഇപ്പം എക്സിന്റെ ടേം ഒന്നും ഇല്ല, നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു dx ആണ്. സോ ഇത് എന്ത് ചെയ്യാം, കോൺസ്റ്റന്റ് ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. ബാക്കിയുള്ളത് ഇന്റഗ്രൽ ഓഫ് dx. ഇന്റഗ്രൽ ഓഫ് dx എന്താ? x 0 ni a സ്ക്വയർ ബൈ 2r ക്യൂബ് ഇന്റഗ്രൽ ഓഫ് dx x. ലിമിറ്റ് കൊടുക്കണേ, ലിമിറ്റ് ആണ് പ്ലസ് l ടു മൈനസ് l. ലിമിറ്റ് കൊടുക്കുമ്പോൾ എങ്ങനെ വരും? എക്സിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ എൽ മൈനസ് മൈനസ് ഓഫ് എൽ. മനസ്സിലായോ? ലിമിറ്റ് കൊടുക്കുന്നത് മനസ്സിലായോ? എൽ മൈനസ് ഓഫ് എൽ മൈനസ് മൈനസ് ഓഫ് എൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? പ്ലസ് എൽ എൽ പ്ലസ് എൽ 2l. ഏതാടാ? എക്സിനല്ലേ നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നത്, എക്സിനാണ് നമ്മൾ കൊടുക്കുന്നത്, എക്സിന്റെ സ്ഥാനത്താണ് നമ്മൾ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നത്. എക്സിന്റെ പ്ലേസിൽ ലിമിറ്റ് കൊടുക്കാന്ന് പറയുമ്പോൾ എക്സിന്റെ പ്ലേസിൽ എക്സ് കിടക്കുന്ന സ്ഥാനത്ത് നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എക്സിന്റെ പ്ലേസിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചെയ്താൽ മതി. NL എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ N ആയിട്ടല്ലേ പഠിച്ചത്. NL ഈക്വൽ ടു ക്യാപിറ്റൽ N പഠിച്ചു. അതിന്റെ കൂടെ ഒരു 2 കൂടി കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2 കൂടി 2l എന്ന് പറഞ്ഞാൽ ലെങ്ത് തന്നെയല്ലേ. N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ n/l ഈക്വൽ ടു സ്മോൾ ലെറ്റർ n ആയിരുന്നു പഠിച്ചത്. അതിൽ നമ്മൾ n ഈക്വൽ ടു nl എന്ന് പഠിച്ചു. അതിന് നമ്മൾ dx കൊടുത്തായിരുന്നു. l എന്ന് പറഞ്ഞാൽ ലെങ്ത്, 2l എന്ന് പറഞ്ഞാൽ ലെങ്ത്. അപ്പോൾ ഈ 2l ഇൻറ്റു n നമുക്ക് എന്ത് കൊടുക്കാം? ക്യാപിറ്റൽ N വെച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. 0 ni a സ്ക്വയർ ബൈ 2r ക്യൂബ് 2l സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. ഇത് എഴുതി വെച്ചോട്ടെ, ക്യാപിറ്റൽ N ഈക്വൽ ടു n ഇൻറ്റു 2l. L എന്ന് പറഞ്ഞാൽ ലെങ്ത് തന്നെ, ഇവിടെ നമ്മൾ ലെങ്ത് തന്നെ ഉദ്ദേശിച്ചത്, അതുകൊണ്ടാണ് ക്യാപിറ്റൽ N കൊടുത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇവിടെ വരെ എത്തിയ. ഇനി ഈ ഇക്വേഷന്റെ മുകളിലും താഴെയും നമുക്ക് പൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ 2 ഏതാണ്? നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഇക്വേഷനിലേക്ക് എത്തണമെങ്കിൽ ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിച്ചേ, ഇത് തീർക്കാം.
ഓക്കെ പൈ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ ഏരിയ എ അല്ലേ ഇവിടുത്തെ റേഡിയസ് പൈ എ സ്ക്വയർ ഏരിയ 0 n I a by 2 r cube പൈ പക്ഷെ അവിടെ താഴെ വരുന്ന പയ്യുന്നു. ആ പൈ കൊണ്ട് മൾട്ടിപ്ലൈ NIA എന്താണ് NIA IA എന്താ M for n number of turns NIA equal to M M0 NIA ക്ക് വരുമ്പോൾ നമുക്ക് കൊടുക്കാം M കൊടുക്കാം divided by 2r cube into pi NIA എന്ന് പറഞ്ഞാൽ ആംഗിൾ ഡൈപോൾ മൊമെന്റ് തന്നെയല്ലേ IA ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ അപ്പം N എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ n number of turns നമ്മൾ സോളിനോയിഡ് ആണ് കൺസിഡർ ചെയ്തത് അപ്പോൾ സോളിനോയിഡ് n number of turns ഫോർ n number of turns NIA equal to M ഒരു സ്റ്റെപ്പ് കൂടി ഇതിന് ഈ പൊക്കത്തും താഴെ 2 വെച്ചുകൂടി മൾട്ടിപ്ലൈ ചെയ്തു ആൻസർ കിട്ടും B equal to 0 2m by 4 pi into ഓക്കെ ഇപ്പൊ ഈ ഇക്വേഷനിൽ ഏത് ഇക്വേഷനാണ് നമുക്ക് കിട്ടിയേക്കണം ഞാൻ എന്ത് പറയാൻ പറ്റും ഏത് ഇക്വേഷനായി ഇപ്പൊ നമുക്ക് കിട്ടിയേക്കണം ഫൈനൽ ഇക്വേഷൻ ഇപ്പൊ ഇതിന് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ അല്ലേ ആക്സിയൽ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് അല്ലേ അപ്പൊ നമ്മളൊരു ഒരു സോളിനോയിഡ് എടുത്തിട്ട് സോളിനോയിഡിന്റെ ആക്സിസിലുള്ള ഒരു പോയിന്റ് എടുത്ത് പി എടുത്ത് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് തന്നെ കിട്ടുള്ളൂ ഒരു സാധാരണ മാഗ്നറ്റ് നമ്മൾ എടുത്ത് അതിന്റെ ആക്സിസിലുള്ള പോയിന്റ് കണ്ടുപിടിച്ച് നമുക്ക് കിട്ടുന്ന സെയിം ഇക്വേഷൻ തന്നെയാണ് സോളിനോയിഡിന്റെ ആക്സിസിലുള്ള പോയിന്റ് പി എടുത്താൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതായിരിക്കും ഡെറിവേഷൻ ചോദിക്കാൻ സാധ്യതയുള്ളത് ഓക്കെ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതി വെച്ചോട്ടാ എഴുതി പഠിക്കാം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ 2 ടൈംസ് എഴുതി പഠിച്ചിട്ടുണ്ടാവും ഞാൻ ചെക്ക് ചെയ്തേ ഓക്കെ അല്ലാതെ അടുത്ത് ഇതൊന്ന് നോക്കണം കേട്ടോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഡെറിവേഷൻ ഒക്കെ നിങ്ങൾക്ക് വലിയ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി ഈ ഡെറിവേഷൻ ഒന്ന് നോക്കിക്കോളേ നോട്ട് എഴുതി എടുത്തിട്ടുണ്ടല്ലോ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ആ ഇക്വേഷൻ ഒന്ന് എഴുതിയെടുത്തേക്ക് ഓക്കെ എന്നാൽ ലീവ് ചെയ്തു സൗരഭിന് ഓക്കെയാണോ